നമസ്കാരം. പകൽ വാർത്ത തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. വി.ഡി. സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്തു നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്ന് വിജിലൻസ്. വിരട്ടൽ കണ്ട് താൻ പേടിച്ചുപോയെന്ന് വി.ഡി. സതീശന്റെ പരിഹാസം. ആന്റണി രാജു അയോഗ്യനായതോടെ ശ്രദ്ധാകേന്ദ്രമായി തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം. സിപിഎം സീറ്റ് ഏറ്റെടുക്കാൻ സാധ്യത. പൊതുസ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ നീക്കം. യുഡിഎഫിനും ബിജെപിക്കും മുന്നിൽ തുറക്കുന്നത് പുതിയ സാധ്യതകൾ. തെരഞ്ഞെടുപ്പിനായി ഒരു മുഴം നേരത്തെ തയ്യാറെടുത്ത് ബിജെപി. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് മുൻനിര നേതാക്കൾ വട്ടിയൂർക്കാവിലോ തൃശൂരിലോ കെ സുരേന്ദ്രൻ എത്തും. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്കിടെ വെള്ളാപ്പള്ളിയുമായി പ്രകാശ് ജാവ്ദേക്കറുടെ കൂടിക്കാഴ്ച. വെള്ളാപ്പള്ളിയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമമെന്ന് വിലയിരുത്തൽ. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിലെ തീപിടുത്തത്തിൽ വൻ സുരക്ഷാ വീഴ്ച. ഫയർഫോഴ്സിനെ അറിയിക്കാൻ വൈകി. കത്തിനശിച്ചത് 500ഓളം ബൈക്കുകൾ. വൈദ്യുതി ലൈനിൽ നിന്ന് തീപ്പൊരി വീണതെന്ന് പോലീസ്. ഡിആർഎം അന്വേഷിക്കണമെന്ന് സുരേഷ് ഗോപി. അമേരിക്കൻ സൈന്യം പിടികൂടിയ നിക്കോളാസ് മദുറോ ന്യൂയോർക്കിലെ സൈനിക ആസ്ഥാനത്ത്. പ്രസിഡന്റിന്റെ അഭാവത്തിൽ വെനസ്വേല ആര് ഭരിക്കുമെന്നതിൽ അനിശ്ചിതത്വം. താൽക്കാലിക നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് അമേരിക്ക. ഇറാനിൽ ഭരണകൂട വിരുദ്ധ പ്രതിഷേധം വ്യാപിക്കുന്നു. 8ാം ദിവസം കൂടുതൽ ജനപിന്തുണ. രാജ്യവ്യാപകമായി ഇന്റർനെറ്റ് കണക്ഷനുകൾ റദ്ദാക്കി. പ്രതിഷേധക്കാരെ അടിച്ചമർത്തണമെന്ന് ആയത്തുള്ള അലി ഖംനേയി. അമേരിക്കയോ ഇസ്രയേലോ ആണ് പ്രതിഷേധക്കാർക്ക് പിന്നിലെന്നും ആരോപണം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസിന്റെ ശുപാർശ. വിജിലൻസ് ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്ന് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് സിബിഐ അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. നേരിടാൻ തയ്യാറെന്നാണ് വി.ഡി. സതീശന്റെ പ്രതികരണം. ഒരു കൊല്ലം മുമ്പുള്ള കാര്യം ഇപ്പൊ വരാൻ കാര്യം എന്താ? ഇലക്ഷൻ ആയില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് നടപടിക്രമങ്ങൾ ആ കേസിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറയില്ലേ, ഒരു പ്രാവശ്യം ഇത് വളരെ വിശദമായി അന്വേഷിച്ചു. എന്നിട്ട് ഒരു കാരണവശാൽ ഇത് നിലനിൽക്കുന്നതല്ല എന്ന് വിജിലൻസ് തന്നെ റിപ്പോർട്ട് കൊടുത്തു. അത് ആഭ്യന്തര വകുപ്പ് അംഗീകരിച്ച് കേസ് ഡ്രോപ്പ് ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു പരാതി, അങ്ങനെയാണല്ലോ, പരാതി എഴുതി മേടിച്ചിട്ടാണല്ലോ, പിന്നീട് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിന്റെ ഒരു ഭാഗത്തുള്ളൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇനി വേറെ ഏതെങ്കിലും അല്ല, ഇനി വേറെ ഒരു ഫൈൻഡിങ്, നമ്മൾ ആരും അറിയാത്തൊരു ഫൈൻഡിങ്, ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ എം.വി. ഗോവിന്ദൻ പറഞ്ഞവരെ സിബിഐക്ക് വിടട്ടെ, സിബിഐ അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്. ഞാൻ പേടിച്ചു പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഞാൻ പേടിച്ചു പോയെന്ന് കൂടി ഒന്ന് പറഞ്ഞേ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ചടുലമായ നീക്കം പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. ഒരു വർഷം മുമ്പ് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇതെന്നാണ് വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വിജിലൻസ് സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നു എന്നൊരു വിവരം പുറത്തുവരുമ്പോൾ കൃത്യമായി അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ആക്ഷേപമാണ്, അത്തരത്തിലൊരു നീക്കമാണ് എന്ന വിമർശനം കോൺഗ്രസ് രംഗത്തെത്താൻ തന്നെയാണ് സാധ്യത. കാരണം രണ്ട് കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വകാര്യ സന്ദർശനത്തിനെന്ന പേരിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങിയ ശേഷം വിദേശത്ത് പോയി ഒരു ഫൗണ്ടേഷന്റെ പേരിൽ, മണപ്പാട്ട് ഫൗണ്ടേഷന്റെ പേരിൽ പണപ്പിരിവ് നടത്തി പുനർജനി പദ്ധതിക്ക് വേണ്ടി എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് FCRI നിയമങ്ങളുടെ ലംഘനം ഈ കേസിലുണ്ടായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് CBI അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം UK-യിൽ നിന്ന് ഏതാണ്ട് 22,500 പൗണ്ട് ഇത്തരത്തിൽ അദ്ദേഹം സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി തന്നെ പരാമർശിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പിൽ എത്തി നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെയൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും ഒരുപോലെ പ്രതിരോധിക്കുന്ന ഒരു നീക്കമായിരിക്കും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും പുനർജനി പദ്ധതിയിലൂടെ പ്രതിപക്ഷ നേതാവിനെതിരെ നേരത്തെ തന്നെ CPM-ഉം സർക്കാരും
ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഒരു നിയമക്കുരുക്കായി മാറുന്ന തരത്തിലേക്ക് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്ന ഒരു നടപടിയുമായി വിജിലൻസ് കൂടി സർക്കാരിനെ സമീപിക്കുമ്പോൾ കൃത്യമായി രാഷ്ട്രീയ ആയുധമാക്കി അല്ലെങ്കിൽ ഈ ഏജൻസികളെ സർക്കാരിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന വിമർശനങ്ങളുടെ ആക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കൂടാൻ തന്നെയാണ് സാധ്യത. പുനർജനി പദ്ധതിയിൽ വിദേശ വിനിമയ ചട്ടം ലംഘിക്കപ്പെട്ടെങ്കിൽ സ്വാഭാവികമായി കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യമായി വരുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വസ്തുതകൾ മനസ്സിലാക്കാതെ കൂടുതൽ പ്രതികരിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതെ, ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ലംഘനമാണ് വിഷയമെങ്കിൽ, അങ്ങനെ ലംഘനം ഉണ്ടായിട്ടുണ്ട് എന്ന് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന പോലീസിനോ വിജിലൻസിനോ അത് അന്വേഷിക്കാൻ കഴിയില്ല. അത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതാണ്. അപ്പുറം ശരിയാണ്. ഇതങ്ങനെ യഥാർത്ഥത്തിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. വെള്ളാപ്പള്ളിയുടെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. നടേശന്റെ പ്രസ്താവനകൾ ഗുരുവിന്റെ ദർശനങ്ങളോട് യോജിക്കുന്നതല്ലെന്ന് MA ബേബി. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിലെ അസ്വീകാര്യമായ കാര്യങ്ങളെ തള്ളിപ്പറയാനും വിമർശിക്കാനും ഇടതുപക്ഷം നിലപാടെടുത്തിട്ടുണ്ട്. ഇടതുപക്ഷം വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ വസ്തുതകൾ നമ്മൾ കാണണം. അദ്ദേഹത്തിന്റെ ചില സന്ദർഭങ്ങളിലെ പ്രസ്താവനകൾ അദ്ദേഹം പിന്തുടരുന്ന പ്രസ്ഥാനത്തിന്റെ സമീപനവുമായി പൊരുത്തപ്പെടുന്നതാണോ എന്ന് സംശയിക്കുന്നതാണ്. പൊരുത്തപ്പെടുന്നതല്ല എന്ന് പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വം എന്താണെങ്കിൽ തന്നെയും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ അസ്വീകാര്യമായി തോന്നുന്ന കാര്യങ്ങളെ തള്ളിപ്പറയാനും വിമർശിക്കാനും ഇടതുപക്ഷ പുരോഗമന നിലപാടെടുക്കുന്നവർ തയ്യാറായിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി സാഹിബ് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു, അദ്ദേഹം പറയുന്നതിൽ സ്വീകാര്യമായ കാര്യങ്ങളുണ്ട്, അസ്വീകാര്യമായ കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാനിത് സംബന്ധിച്ച് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ചിലർ എന്ന മട്ടിലൊരു അവതരണം നടക്കുന്നുണ്ട്. ആ അവതരണം ശരിയല്ല. ഇതിനിടെ ശ്രദ്ധേയമായ ഒരു രാഷ്ട്രീയ നീക്കം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായി BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച നടത്തി. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലായിരുന്നു കൂടിക്കാഴ്ച. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ വെള്ളാപ്പള്ളി വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന സാഹചര്യത്തിലാണ് BJP നേതാവിന്റെ സന്ദർശനം എന്നത് ശ്രദ്ധേയമാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ ഒപ്പം കൂട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ കൂടിക്കാഴ്ചയെന്നാണ് വിലയിരുത്തൽ. ആന്റണി രാജു നിയമക്കുരുക്കിൽപ്പെട്ടതോടെ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോര് ശ്രദ്ധേയമാവുകയാണ്. CPM ഈ സീറ്റ് ഏറ്റെടുക്കാനാണ് സാധ്യത. പൊതു സ്വതന്ത്രനെ ഈ സീറ്റിൽ മത്സരിപ്പിക്കാൻ നീക്കമുണ്ടെന്നും സൂചനയുണ്ട്. ആന്റണി രാജുവിന്റെ കേസ് UDFനും BJPക്കും മുന്നിൽ പുതിയ സാധ്യതകൾ തുറക്കുകയുമാണ്. ആന്റണി രാജുവിനെതിരായ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി വളരെ ആകാംക്ഷയോടെയാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളൊക്കെ നോക്കിക്കാണുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതുകൊണ്ട് തന്നെ ഇത് വീട് കിട്ടിയൊരു അവസരമായി കണ്ടുകൊണ്ട് ഏതു വിധേനയും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അത് കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന ഉറപ്പാണ്. പക്ഷേ അവിടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന കാര്യത്തിൽ അന്തിമമായൊരു ധാരണയിലേക്ക് BJP നേതൃത്വം എത്തിയിട്ടില്ല. അതേസമയം കോൺഗ്രസ് വളരെ കരുതലോടെയാണ് ഈ വിഷയത്തിൽ കൃത്യമായൊരു നിരീക്ഷണത്തിന് ശേഷം മാത്രമേ ഒരു തുടർ നീക്കങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. അതിൽ രണ്ട് തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. അതിൽ ഒന്ന്, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം അത് കൃത്യമായി CMPക്ക് വിട്ടു നൽകണം എന്ന വലിയൊരു അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കാരണം UDFന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവായി CP ജോൺ ഏറെക്കാലമായി UDFന് വേണ്ടി സമരമുഖങ്ങളിലടക്കം സജീവമായി നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണം എന്ന അഭിപ്രായം പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം വട്ടിയൂർക്കാവ് സുരക്ഷിതമല്ല എന്ന ഒരു ഘട്ടം വന്നാൽ അത് കൃത്യമായി
കെ മുരളീധരനെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ, ചരടുവലികൾ, അണിയറ നീക്കങ്ങൾ, അതൊക്കെ ഒരു വശത്ത് അത്തരത്തിലുള്ള ചർച്ചകളും സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അവിടെ മറ്റ് പല പേരുകളും, അതായത് കെ ശബരിനാഥൻ ഉൾപ്പെടെയുള്ള പേരുകളൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടതാണ്. പക്ഷേ തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ശാസ്തമംഗലത്ത് നിന്ന്, കവടിയാറിൽ നിന്ന് മത്സരിക്കുന്ന സാഹചര്യം, അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ കോൺഗ്രസിന്റെ മുഖമായി കെ ശബരിനാഥൻ മാറിയിരിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇനി സെൻട്രലിലേക്ക് വീണ്ടും പരിഗണിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും CMPക്ക് തന്നെ ആ സീറ്റ് നൽകിയേക്കുമെന്ന തരത്തിലുള്ള സൂചനകളാണ് ഒടുവിൽ നമുക്ക് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് UDFന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്നൊക്കെ ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും വിശദമായ ചർച്ചകൾക്ക് ശേഷമേ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതേസമയം LDFന് സുവർണമായ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ സീറ്റ് ഏറ്റെടുക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു കൃത്യമായ, അതായത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ ലഭിച്ചിരിക്കുന്ന ഒരു അവസരമാണിത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ അവിടെ മത്സരിപ്പിക്കുമോ അതോ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുമോ, ഈ കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. അതിൽ ചർച്ചകളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഒരു തരത്തിലുള്ള പ്രാഥമിക ചർച്ചകൾ പോലും ഇതിൽ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും ആ വിഷയത്തിൽ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക? ഒരുപക്ഷെ ഒരു പ്രബല സമുദായം എന്ന നിലയിൽ ലത്തീൻ സഭയുടെ കൂടെ പിന്തുണയുള്ള ഒരാളെ സ്വതന്ത്രനെ പിന്തുണയ്ക്കുകയോ അതല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ അത്തരത്തിലുള്ള ഒരു മുഖത്തെ ഉയർത്തിക്കൊണ്ടുവരികയോ, ഇതിലേതായിരിക്കും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന ഒരു തന്ത്രം എന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരുപക്ഷെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം നഷ്ടമായതിന്റെ ക്ഷീണം അകറ്റാൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം പിടിക്കാനായാൽ ഒരു പരിധിവരെ അതിന് കഴിയുമെന്നൊരു പ്രതീക്ഷ LDF ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തിടുക്കത്തിലൊരു നീക്കം ഉണ്ടാകില്ല. കൃത്യമായി സാമുദായിക സമവാക്യങ്ങളടക്കം പരിശോധിച്ച് ജയസാധ്യത മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും സ്വതന്ത്രനെ പരീക്ഷിക്കണോ അതോ പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണോ എന്ന കാര്യത്തിലൊക്കെ അന്തിമമായൊരു ധാരണയിലേക്ക് ഇടത് ക്യാമ്പും എത്തുകയെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനായുള്ള കോൺഗ്രസിന്റെ ലക്ഷ്യ 2026 ദ്വിദിന ക്യാമ്പിന് വയനാട്ടിൽ തുടക്കമായി. സംസ്ഥാനത്ത് 200ഓളം കോൺഗ്രസ് നേതാക്കളാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. KC വേണുഗോപാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിനെതിരായ പ്രതിഷേധ പരിപാടികളും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമാണ് ആദ്യ സെഷനിൽ ചർച്ചയായത്. നമ്മൾ പ്രതീക്ഷിക്കാത്തടത്ത് പോലും നിങ്ങളാണ് ജയിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ജനം നമ്മളെ തിരഞ്ഞെടുത്തു. ആ ജനത്തിന്റെ പ്രതീക്ഷകൾ പൂവണിയുക അല്ലെങ്കിൽ ആ പ്രതീക്ഷകൾക്കത്ത് ഉയരുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ സത്യത്തിലെ 2 ശത്രുക്കളെ ഒറ്റയ്ക്ക് നേരിടേണ്ട അവസ്ഥ ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. BJPയും CPMഉം BJPയും ഈ 2 പാർട്ടികൾ അവരുടെ പ്രധാന ശത്രുക്കളായി ഒരു പാർട്ടിയെ കാണുന്ന CPMഉം BJPയും രണ്ടുപേരുടെയും പ്രധാന ശത്രുക്കളായിട്ട് അവർ കാണുന്ന കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി. എല്ലാവരുടെയും മനസ്സിനകത്ത് ആശങ്കയുണ്ടായിരുന്നു, ഇവർ രണ്ടുപേരും കൂടിയാൽ നമുക്ക് ജയിക്കാൻ പറ്റുമോ, ഇവർ രണ്ടുപേരും നിന്നാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ചോദ്യത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ എന്നുള്ള ഏറ്റവും ശക്തമായ മറുപടി ഈ വൻ വിജയത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ജയരാജ് ബത്തേരി വിവരങ്ങളുമായി. ജയരാജ്, കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇന്നത്തെ ക്യാമ്പ്. എങ്ങനെയൊക്കെയാണ് സെഷനുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് KPCCയുടെ നേതൃത്വത്തിലുള്ള ലക്ഷ്യ ലീഡർഷിപ്പ് സമ്മർ മീറ്റ് ദ്വിദിന ക്യാമ്പ് ഇന്നും നാളെയുമായി സുൽത്താൻ ബത്തേരിയിൽ നടക്കുക. ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ സന്തോഷത്തോടൊപ്പം തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതൊക്കെ രീതിയിലാണ് പോകേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ളതൊക്കെ ആയിരിക്കും കൂടുതലുമായിട്ട് ആദ്യ സെഷനിൽ വെക്കുക എന്നാണ് ഇപ്പൊ നമുക്കറിയുന്നത്. എന്തായാലും ഇന്ന് അല്പം വൈകിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ACC വേണുഗോപാലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. രാവിലെ 9:30 എന്നായിരുന്നു പറഞ്ഞതെങ്കിലും അത് ഏകദേശം ഒരു 11 മണിയോടെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതില് പലതരത്തിലുള്ള ചർച്ചകളിലേക്കാണ് പോവുക. ആദ്യം
ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്തില്ലെങ്കിലും ആരായിരിക്കും എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി വെക്കുകയാണെന്നിപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥികളുടെ വെച്ചിട്ട്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ ഭരണത്തിനെതിരായ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ ചർച്ചയിൽ ഒരു രൂപം നൽകുമെന്നാണ് നമുക്കറിയുന്നത്. അതുപോലെ തന്നെ വിലക്കയറ്റം, മരണസമ്പന്നം, അതുപോലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്കും ഒരു അന്തിമ രൂപം ഈ ക്യാമ്പിലൂടെ നടക്കും. അതുപോലെ തന്നെ ദേശീയ സംസ്ഥാന തലത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടത്തുന്നതോടൊപ്പം തന്നെ സംഘടനാ വിഷയങ്ങളും ഗൗരവമായി തന്നെ ഇന്നത്തെ ചർച്ചകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയുന്നത്. എന്തായാലും വളരെ വൈകിയാണെങ്കിലും ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നാളെ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ഇന്നും നാളെയുമായിട്ടാണ് ഈ ഒരു ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. ശ്രീജ, ശരി. ബി.ജെ.പിയിൽ സ്ഥാനാർത്ഥിത്വത്തിന്റെ ചർച്ചകളൊക്കെ വളരെ വേഗത്തിൽ തന്നെ പുരോഗമിക്കുകയാണ്. മുൻനിര നേതാക്കൾ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. വട്ടിയൂർക്കാവിലോ തൃശൂരിലോ കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാകുമെന്ന് ഉറപ്പിച്ചു. കഴക്കൂട്ടത്ത് വി മുരളീധരൻ മത്സരിക്കും. തൃശൂരിൽ എം.ടി. രമേശും കോഴിക്കോട് നോർത്തിൽ മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസും മത്സരിക്കാനാണ് സാധ്യത. ടി.ജി. സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, ഇത്തവണ ബി.ജെ.പിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി നേരത്തെ തന്നെ നേതാക്കളെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരിൽ കേന്ദ്രീകരിച്ച് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മറ്റ് നേതാക്കളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്? നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ആദ്യത്തെ സ്ഥാനാർത്ഥി ആദ്യവട്ട പട്ടിക പുറത്തിറക്കുക അത് ബി.ജെ.പിയുടെ ലക്ഷ്യമാണ്. ആ തരത്തിലേക്കാണ് അവർ അടുക്കുന്നത്. ഇന്നലെ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലും അതിൻ്റെ ഒരു ധാരണയിലേക്ക് പൊതുവിൽ ഉയർന്നിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾ ആരാവണമെന്ന് സംബന്ധിച്ച് പ്രഖ്യാപനത്തിന് വെല്ലുവിളികൾ ഘട്ടങ്ങൾ ഇനിയുമുണ്ടെങ്കിലും പ്രധാനപ്പെട്ട മുൻനിര നേതാക്കൾ എല്ലാവരും സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാവുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനും 3 സംസ്ഥാന അധ്യക്ഷന്മാരും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതയുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ കഴക്കൂട്ടത്ത്, ഒപ്പം തന്നെ കാട്ടാക്കടയിൽ പി.കെ. കൃഷ്ണദാസ്, വട്ടിയൂർക്കാവിലേക്ക് കെ സുരേന്ദ്രന്റെ പേരും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നു എന്നതാണ് സാഹചര്യം. ശ്രീലേഖയ്ക്കൊപ്പം അവിടെ കെ സുരേന്ദ്രനും സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഒപ്പം തൃശൂർ മണ്ഡലത്തിലും സുരേന്ദ്രന്റെ പേര് സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. അനൂപ് ആന്റണി തിരുവല്ലയിൽ മത്സരിക്കുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂർ ബി ഗോപാലകൃഷ്ണൻ, എന്നിങ്ങനെ സംസ്ഥാന അടിസ്ഥാനത്തിൽ എ ക്ലാസ് മണ്ഡലങ്ങളിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാനാണ് നീക്കം. എന്തായാലും വേഗത്തിൽ തന്നെ ബി.ജെ.പി ഈ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി 11-ാം തീയതി അമിത്ഷായുടെ പങ്കാളിത്തമാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമിത്ഷാ തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം കേരളത്തിലേക്കും വരികയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് അന്തിമ രൂപം നൽകുക എന്നതാണ് അമിത്ഷായുടെ ലക്ഷ്യം. അദ്ദേഹം നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് കേരളത്തിൽ സമാഹരിക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിൻ്റെ അടുത്തേക്ക് എത്തിയില്ലെങ്കിൽ കൂടിയും കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ശക്തി തെളിയിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട് താനും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർമാരെയൊക്കെ അമിത്ഷാ നേരിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തെ വിജയം മുൻനിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയായിരിക്കും ബി.ജെ.പി ആസൂത്രണം ചെയ്യുക. എന്തായാലും സംസ്ഥാനത്ത് ഇത്തവണ നേമത്ത് നഷ്ടപ്പെട്ട സീറ്റ് തിരികെ പിടിക്കുക മാത്രമല്ല, കൂടുതൽ ഇടങ്ങളിലേക്ക് വിജയിച്ച് കയറണം. എന്നാൽ മാത്രമേ ഇതുവരെ മുന്നോട്ട് വെച്ച അവകാശവാദങ്ങൾക്കൊപ്പം എത്താൻ കഴിയൂ എന്ന തിരിച്ചറിവ് കൂടി ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് ആ തന്ത്രങ്ങൾ തന്നെയാണ് ആസൂത്രണം ചെയ്യുന്നത്. ഈ ആഴ്ചയോ അവസാനമോ ആയി പുതിയ ആദ്യവട്ട സ്ഥാനാർത്ഥി പട്ടിക ഒരുപക്ഷെ പുറത്തിറങ്ങാനും സാധ്യതയുണ്ട്. ടി.ജി. സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുകയല്ല, മറിച്ച് കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യം. ജയസാധ്യതയില്ലാത്ത 1-ലധികം സീറ്റുകൾ വിട്ടുകൊടുക്കാൻ ഇത്തവണ അതുകൊണ്ട് തന്നെ ലീഗ് തയ്യാറായേക്കും. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം ഇക്കാര്യത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കും. രാഷ്ട്രീയ പാർട്ടി എന്നുള്ളവർക്ക് അത് തന്നെ ആയിരിക്കുമല്ലോ. ഏത് പാർട്ടിയും കൂടുതൽ സീറ്റിൽ മത്സരിക്കണം, ജയിച്ച സീറ്റ് ഉണ്ടാവും, പിന്നെ വേറെയും സീറ്റുകൾ മത്സരിക്കണം എന്നൊക്കെ ആയിരിക്കും. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഞങ്ങൾ ചർച്ചകളിൽ അത് ഉന്നയിക്കുന്നതാണ്. ആദ്യമായിട്ട് UDF-ഉമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ആ UDF-ഉമായി ചർച്ച ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചക്കകം അത് പൂർത്തീകരിക്കും. പിന്നെ ലീഗ് പിന്നെ ഞങ്ങൾ പാർലമെൻ്ററി ബോർഡ് കൂടിയിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ നടത്തും. കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റിൽ വിജയിക്കാനാണ് മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യമുണ്ട്, അർഹതയുണ്ട്, UDF-ൽ അത് ഉന്നയിക്കുമെന്നൊക്കെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുമ്പോഴും ലീഗിനുള്ളിലെ പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് ഉയരുന്നത് കൂടുതൽ സീറ്റിൽ ജയിക്കാനുള്ള സാധ്യതകളെ പറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റുകൾ മത്സരിച്ച് തോറ്റ ആ ഒരു സാഹചര്യം ഒഴിവാക്കുവാൻ
കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിക്കാത്ത, ഒരിക്കലും ലീഗിന് കിട്ടും എന്ന് ഒരു പ്രതീക്ഷയുമില്ലാത്ത സീറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടി ലീഗ് ആലോചിക്കുന്നത് കോങ്ങാടും പുനലൂരൊക്കെ ആ പട്ടികയിൽ പെടുന്നതാണ്. അങ്ങനെ ഈ മത്സരിക്കുന്ന എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രം മത്സരിക്കേണ്ടതില്ല, മറിച്ച് വിജയസാധ്യത ഉറപ്പാക്കി പരമാവധി സ്ട്രൈക്ക് റേറ്റിൽ വിജയിച്ചു കയറുക എന്ന ലക്ഷ്യം തന്നെയാണ് ലീഗിനുള്ളത്. ആ ഒരു തരത്തിലാണ് ലീഗിൻ്റെ ആഭ്യന്തര ചർച്ചകൾ പുരോഗമിക്കുന്നത്. നാളെ കോഴിക്കോട് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF ഇക്കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് ലീഗിൽ കൃത്യമായ ഏതൊക്കെ സീറ്റുകൾ ഈ ആവശ്യപ്പെടേണ്ടി വരും, ഏതെല്ലാം സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. ആ കാര്യത്തിലേക്ക് ലീഗിൻ്റെ അന്തിമ തീരുമാനങ്ങൾ നാളത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാനാകുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം കോങ്ങാടും പുനലൂരും, ഒരുപക്ഷെ ഇത് രണ്ടിനൊപ്പം ഗുരുവായൂരും വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറായേക്കും. പക്ഷേ പകരം ലീഗ് ആവശ്യപ്പെടുക തവനൂരാകും. അങ്ങനെ തവനൂർ പോലെ കോൺഗ്രസിനെ വിട്ടുകൊടുക്കാൻ കഴിയാത്ത സീറ്റുകളിൽ ലീഗ് ആവശ്യം ഉന്നയിക്കുമ്പോൾ അത് ഈ UDF ഒരു പ്രശ്നമാകുമോ എന്ന കാര്യങ്ങളും ലീഗ് ആലോചനയിലുണ്ട്. ഇപ്പോൾ ബത്തേരിയിൽ നടക്കുന്ന കോൺഗ്രസിൻ്റെ ചിന്തൻ ബൈഠക്കിൽ ഇക്കാര്യത്തിൽ, അതായത് ഈ കോൺഗ്രസ് ഏതെല്ലാം സീറ്റുകളിൽ മത്സരിക്കും, എന്തെല്ലാമാണ് അവരുടെ പ്ലാൻ എന്ന കാര്യത്തിൽ അന്തിമ ധാരണ വന്നതിന് ശേഷം ലീഗിൻ്റെ കാര്യങ്ങൾ UDF ചർച്ച ചെയ്യുമെന്നാണ് അറിയാനാകുന്നത്. എന്താണെങ്കിലും കഴിഞ്ഞ തവണത്തെ പോലെ വിജയസാധ്യതയില്ലാത്ത കൂടുതൽ സീറ്റുകൾ ചോദിച്ചു വാങ്ങി അവിടെ മത്സരിച്ച് തോൽക്കാൻ ലീഗ് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് സീറ്റുകളുടെ എണ്ണം കുറഞ്ഞാലും വിജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം കൂട്ടണം എന്ന് തന്നെയാണ് ലീഗിനുള്ളിലെ ആവശ്യം, ലീഗിനുള്ളിലെ അഭിപ്രായം അത് തന്നെയാണ്. നാളെ കോഴിക്കോട് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ ധാരണ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. CB അനുമോദ്, ന്യൂസ് 18. തൃശൂർ മറ്റത്തൂരിൽ BJP പിന്തുണയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ നൂർജഹാൻ നവാസ് ഉടൻ രാജിവെക്കും. വിമതയായി മത്സരിച്ച ടെസി മാത്യുവിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ കഴിയില്ലെന്ന തീരുമാനം അംഗീകരിച്ചാണ് KPCCയുടെ സമവായം. BJPയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റേറ്റു പറഞ്ഞാൽ പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അവസരം നൽകുമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. വൈസ് പ്രസിഡന്റ് നൂർജഹാൻ അടക്കമുള്ള 8 അംഗങ്ങളെയും നേരത്തെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. ഒപ്പം വിമത വിഭാഗത്തിലെ നേതാക്കൾ ഉന്നയിച്ച പരാതികളിലും അന്വേഷണം നടത്താനാണ് KPCCയുടെ തീരുമാനം. മറ്റത്തൂരിൽ DCC നേതൃത്വത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വിമതർക്ക് KPCC ഉറപ്പ് നൽകിയിട്ടുണ്ട്. ടെസി ജോസിനെ 6 മാസം കഴിഞ്ഞ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അപ്പോൾ നിലപാട് പ്രഖ്യാപിക്കാമെന്നാണ് കോൺഗ്രസ് പറയുന്നത്. KPCC ചുമതലപ്പെടുത്തിയ റോജി M. ജോൺ MLA പുറത്താക്കിയവരെയും മണ്ഡലത്തിലെ ഔദ്യോഗിക വിഭാഗത്തെയും കേട്ട ശേഷം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് KPCC നടപടി. മറ്റത്തൂരിലേത് ഒരു പ്രാദേശിക പ്രശ്നം മാത്രമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. BJPയുമായോ മറ്റു വർഗീയ ശക്തികളുമായോ കൂട്ടുകെട്ട് ഉണ്ടാക്കരുതെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാട്. BJPയുമായി സഖ്യം ചേർന്ന് വോട്ട് ചെയ്ത പഞ്ചായത്ത് അംഗങ്ങൾ തെറ്റേറ്റു പറഞ്ഞാൽ ഇവർക്ക് പാർട്ടിയിലേക്ക് തിരിച്ചുവരാൻ അവസരം നൽകുമെന്നും KPCC അറിയിച്ചു. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്ന് സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ദീപികയെ സമുദായത്തിന്റെ പത്രമായി മുദ്രകുത്തി. ഭിന്നശേഷി നിയമന കുരുക്കിൽപ്പെട്ടിരിക്കുന്നവർ ഇപ്പോഴും വേദനയിലാണ്. വാഗ്ദാനങ്ങൾ തന്നതല്ലാതെ സർക്കാർ ഒരു ഇടപാട് നടത്തുന്നില്ലെന്ന് സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് വിമർശിച്ചു. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, നേരത്തെ ഈ ഭിന്നശേഷി നിയമനത്തിൽ ഉൾപ്പെടെ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയതാണ്. അവിടെ നിന്ന് ഒരു അയഞ്ഞ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കെ ഈ വിമർശനങ്ങൾ ഒരുപക്ഷെ ഒരു സമ്മർദ്ദ തന്ത്രം കൂടിയാണ്. എന്താണ് ബിഷപ്പ് പറയുന്നത്? ശ്രീജ, തീർച്ചയായും അങ്ങനെ തന്നെ ഇത് കാണണം. കാരണം നിയമസഭാ ഇലക്ഷൻ അടുത്തു വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു പരിപാടി, ഒരു സർക്കാരിനെതിരെ തിരിയുന്ന രീതിയിലുള്ള ഒരു വിമർശനം അടക്കം വരുമ്പോൾ അത് ഇലക്ഷൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു വിമർശനമായിട്ട് തന്നെ കണക്കാക്കാം. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന നസ്രാണി സംഗമത്തിലാണ് മാർ തോമസ് തറയിൽ ഇത്തരത്തിലൊരു വിമർശനവും ഉയർത്തിയത്. അതായത് ഭിന്നശേഷി നിയമനത്തിൽ അടക്കം സർക്കാരിനെതിരെ വലിയ സമ്മർദ്ദം ഉയർത്തിയിരുന്നു സഭകൾ. അതിൽ പിന്നീട് അയവ് ഉയർത്തുകയും പിന്നീട് അതിൽ സർക്കാർ അടക്കം നിലപാട് മാറ്റമടക്കം നടത്തുകയായിരുന്നു. അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എയ്ഡഡ് സ്ഥാപനങ്ങളടക്കം തകർന്നാലുള്ള കാര്യങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുകയും ഒപ്പം തന്നെ ഇപ്പോൾ കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ പെട്ടെന്നുള്ള ഇടപെടൽ നടത്തിയിരുന്നു. അത്തരത്തിലുള്ള ഇടപെടൽ ഈ ഒരു ഭിന്നശേഷി നിയമനത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. അത് സമരങ്ങളിലേക്കും സമ്മർദ്ദങ്ങളിലേക്കും പോകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ മാത്രമാണ് സർക്കാർ അതിൽ കൃത്യമായി ഇടപെടൽ നടത്തിയത്.
ഒപ്പം തന്നെ ഈ ഒരു BBK സമുദായത്തിന്റെ പത്രമായി മാത്രം മുദ്രകുത്തി അത്തരത്തിൽ, അതായത് ഒരു സഭ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കണം, അതിലൊരു സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തേണ്ട സാഹചര്യം അടക്കം നിലനിൽക്കുന്ന സമയത്ത് അതിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെയും പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത് ഒരു മോശപ്പെട്ട ഒരു കാര്യം മാത്രം അങ്ങനെ കാണേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ BBK അടക്കം മുൻകൂട്ടി മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സഭയുടെ, അതായത് അദ്ദേഹം പ്രതികരിക്കുകയടക്കം ചെയ്തത്. സർക്കാർ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനം കൂടി ഇതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു. അത് വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം സഭയുടെ അടക്കം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കാനുള്ള ഒരു സാധ്യതയടക്കം ഇതിൽ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. ഇന്ന് നടന്നൊരു ചടങ്ങിൽ സർക്കാരിനെ പരോക്ഷമായി വിമർശിക്കുന്ന ഒരു തരത്തിലേക്കായിരുന്നു. അതായത് മുന്നേ നടന്ന, അതായത് ഭിന്നശേഷി വിഷയം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കേട്ടറ്റ് വിഷയവും കോർത്തിണക്കിക്കൊണ്ടാണ് ഇപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രതികരിച്ചത്. ശരി, സാരംഗ് സുധാകരനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് തമിഴ്നാട്ടിൽ. BJP സംസ്ഥാന അധ്യക്ഷൻ നയനാർ നാഗേന്ദ്രൻ നേതൃത്വം നൽകിയ സംസ്ഥാന യാത്രയുടെ സമാപനത്തിൽ അമിത്ഷാ പങ്കെടുക്കും. പുതുക്കോട്ടയിലാണ് യാത്രയുടെ സമാപനം. BJP കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കുന്നുണ്ട്. എടപ്പാടി പളനിസ്വാമിയുമായി നാളെ അമിത്ഷാ ചർച്ച നടത്തും. കാർത്തിക് വിവരങ്ങളുമായി. കാർത്തിക്, BJPയെ സംബന്ധിച്ച് ദക്ഷിണേന്ത്യയിൽ തമിഴ്നാടും കേരളവും വളരെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അതിൽ ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന തമിഴ്നാട് ലക്ഷ്യമിട്ടാണ് ആദ്യത്തെ നീക്കങ്ങൾ നടക്കുന്നത്. അവിടെ ഏതൊക്കെ തരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടാകുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. എന്താണ് അമിത്ഷായുടെ ഈ 2 ദിവസത്തെ യാത്രയിലുള്ള പ്രധാന പരിപാടികൾ? ശ്രീജ, ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം BJP ലക്ഷ്യം വെക്കുന്നത് ഒന്ന് പശ്ചിമ ബംഗാൾ, അതോടൊപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്, കേരളം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ മുൻപ് തന്നെ BJP ആരംഭിച്ചു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന സംസ്ഥാനതല പര്യടനത്തിന്റെ സമാപനം കൂടിയാണ്. ഈ സമാപനത്തിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. സുപ്രധാനമായും അദ്ദേഹത്തിന് മുന്നിലുള്ള അജണ്ട NDAയുടെ വിപുലീകരണം തന്നെയാണ്. തമിഴ്നാട്ടിൽ NDA സഖ്യത്തിൽ ഇപ്പോൾ AIADMKയും BJPയും മാത്രമാണ് ഉള്ളത്. സ്വാഭാവികമായും തമിഴക വെട്രി കഴകം കൂടി വന്നതോടുകൂടി ശക്തമായ ഒരു മത്സരമായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാനിരിക്കുന്നത്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് NDAയെ വിപുലപ്പെടുത്തുക, ഇതാണ് മുഖ്യ ലക്ഷ്യം. അതിൽ ഏറ്റവും പ്രധാനം PMKയും അതോടൊപ്പം തന്നെ DMDKയും ഈ 2 പാർട്ടികളെയും മുന്നണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നേരത്തെ തന്നെ AIADMK നേതാവ് എടപ്പാടി പളനിസ്വാമി ഈ പാർട്ടികളുടെ നേതൃത്വവുമായി ചർച്ചകൾ നടത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ വിജയകാന്തിൻ്റെ ഭാര്യയുമായി പല ഘട്ടങ്ങളിലും ചർച്ച നടത്തി. പക്ഷേ ഇതുവരെയും ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന DMDK വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല PMKയിൽ പാട്ടാളി മക്കൾ കക്ഷിയിൽ ചേരിതിരിഞ്ഞുള്ള പോരുണ്ട്. ആ പോര് പരിഹരിക്കണം. ആ പോര് പരിഹരിച്ച് അവരെ മുന്നിൽ എത്തിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി ഒരു വശത്ത് നടക്കുന്നു. ഇത്തരത്തിൽ NDA വിപുലീകരണമാണ് ഒരു വശത്ത് സജീവമായ ചർച്ചകളിൽ നിറയുന്നത്. പീയൂഷ് ഗോയൽ അടക്കമുള്ള നേതാക്കൾ ഡിസംബർ 15 അദ്ദേഹത്തെ തമിഴ്നാടിൻ്റെ ചുമതല നൽകിയിരുന്നു. അതിനുശേഷം പല ഘട്ടങ്ങളിലായി അദ്ദേഹം എടപ്പാടി പളനിസ്വാമിയുമായി ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് അമിത്ഷാ എത്തുന്നത് എന്നതുകൂടിയാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള സ്ട്രാറ്റജി തീരുമാനിക്കുക, അതോടൊപ്പം തന്നെ സംഘടനയെ താഴെത്തട്ടിൽ സംഘടനയെ തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കുക, ഈ 2 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. മാത്രമല്ല BJPയിലും നേതാക്കൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം BJPയിൽ ഉടലെടുത്ത ചില പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഉള്ള ചർച്ചകൾ ഉണ്ടാകും. സ്വാഭാവികമായും BJP കോർ കമ്മിറ്റിയിൽ AIADMKയുമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് ശക്തമായ ത്രികോണ മത്സരമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ മുൻപേ മുന്നൊരുക്കങ്ങൾ, വളരെ നേരത്തെ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മുൻപെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടത്തി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളിലാണ് BJP. അതിൻ്റെ അമരത്ത്, അതിന് നേതൃത്വം നൽകാൻ കൂടിയാണ് അമിത്ഷാ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ശ്രീജ, ശരി. കാർത്തികാണ് വിവരങ്ങൾ നൽകിയത്. മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മലയാളികളായ 4 പേർ മരിച്ചു. ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളായ മലപ്പുറം മഞ്ചേരി വെള്ളില സ്വദേശി അബ്ദുൽ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവരാണ് മരിച്ചത്. 7 പേർ സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ജലീലിന്റെ മക്കളായ നൂറ, ആയിഷ, ഫാത്തിമ എന്നിവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ബന്ദിയാക്കിയ പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെയും ഭാര്യയെയും അമേരിക്ക ന്യൂയോർക്കിലെ സൈനിക ആസ്ഥാനത്തെത്തിച്ചു. മദുറോയ്ക്കെതിരെ നാർക്കോട്ടിക് ടെററിസം, ലഹരിക്കടത്തിനായുള്ള ഗൂഢാലോചന, മാരകായുധങ്ങൾ കയ്യിൽ വെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വിചാരണ തുടങ്ങുകയാണ് അമേരിക്ക. വെനസ്വേലയിൽ ശരിയായ അധികാര കൈമാറ്റം ഉണ്ടാകും വരെ അമേരിക്ക ഭരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആവശ്യമെങ്കിൽ വെനസ്വേലയ്ക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തി. വെനസ്വേലയിലെ എണ്ണ ഇനി മുതൽ US കമ്പനികൾ കൈകാര്യം ചെയ്യുമെന്നും പ്രഖ്യാപനമുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, മദുറോയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഒരു സൈനിക നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതെപ്പോൾ എങ്ങനെ എന്നതിൽ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഇന്നലത്തെ ഈ സൈനിക നടപടി ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ബിൻ ലാദനെയൊക്കെ പിടിക്കുന്ന അതിന് സമാനമായ രീതിയിൽ. ഇനി എന്ത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്താണ് അമേരിക്കയുടെ മുന്നിലുള്ള ലക്ഷ്യം? ഒപ്പം എന്തായിരിക്കും വെനസ്വേലയുടെ ഭാവി? ശ്രീജ, ഇന്നലെ പിടിച്ചുകൊണ്ടുപോയ മദുറോയെയും ഭാര്യയെയും ഇപ്പോൾ ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുകയാണ്. അവിടെ DEAയുടെ അമേരിക്കൻ ഡ്രഗ്സ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിയാണ്. അവരുടെ പക്കലാണ് ഇപ്പോൾ മദുറോ ഉള്ളത്. അവിടെ ചോദ്യം ചെയ്യലിന് വിധേയമാണ്. അതിനുശേഷം അവിടുത്തെ മെട്രോപൊളിറ്റൻ ജയിലിലേക്ക് മാറ്റും. അത് അമേരിക്കയിലെ ഏറ്റവും മോശമായ സാഹചര്യത്തിലുള്ള ഒരു ജയിലാണ്. അവിടെ ഏറ്റവും ക്രിമിനലുകളായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്നൊരിടത്തേക്ക് നിക്കോളാസ് മദുറോയെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെയും കുറച്ചുനാൾ കിടന്നതിന് ശേഷമായിരിക്കും പിന്നീട് നിയമ നടപടിയിലേക്ക് കടക്കുക. ഇന്ന് എന്തായാലും കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഭാര്യയെയും മദുറോയെയും രണ്ടിടങ്ങളിലായാണ് ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വെനസ്വേലയെ സംബന്ധിച്ച്, അവിടുത്തെ ഭാവിയെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. നേരത്തെ മച്ചാഡോയെ, നൊബേൽ സമ്മാന ജേതാവായിട്ടുള്ള മച്ചാഡോയെ അവിടുത്തെ പ്രസിഡന്റായി അമേരിക്ക വാഴിക്കുമെന്നുള്ള സൂചനകളൊക്കെ വന്നെങ്കിലും അതെല്ലാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡെൽസി റോഡ്രിഗസ് ആണ് അവിടുത്തെ വെനസ്വേലയിലെ പ്രസിഡന്റ് പദം അല്ലെങ്കിൽ ഇടക്കാല പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. അവരുമായി ചേർന്നുകൊണ്ട് അമേരിക്ക ഇനി പ്രവർത്തിക്കുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. എന്തായാലും ആ കാര്യത്തിലെല്ലാം വലിയ അനിശ്ചിതത്വം നീളുന്ന ഒരു സാഹചര്യമാണുള്ളത്. അവിടെ ഇപ്പോൾ അമേരിക്കൻ സൈന്യം ഇപ്പോഴും വെനസ്വേലയിൽ തുടരുകയാണ്. മാത്രമല്ല, ഏതൊരു സാഹചര്യത്തെയും നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള വെനസ്വേലൻ സൈന്യവും അവിടെ റെഡിയായിരിക്കുന്നു. മാത്രമല്ല, അടിയന്തരാവസ്ഥയുണ്ട്. അങ്ങനെ വലിയ സംഘർഷാവസ്ഥയിലൂടെയാണ് വെനസ്വേല ഇപ്പോൾ കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ സദാം ഹുസൈന് സംഭവിച്ചതുപോലെ എന്തെങ്കിലും നിക്കോളാസ് മദുറോയ്ക്കും സംഭവിക്കുമോ, അവിടെ ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ഒരു ആശങ്കയോടെയാണ് ലോകം കാണുന്നത്. മാത്രമല്ല, ഈ വിഷയത്തിൽ ക്യൂബ, റഷ്യ, ഇറാൻ, കൊളംബിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് എതിരെ നിലപാടെടുക്കുമ്പോൾ അർജന്റീന, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടെടുക്കുന്നു. അങ്ങനെ ലോകരാജ്യങ്ങൾ രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇനി എന്താണ് അമേരിക്കയുടെ നീക്കം? അവിടുത്തെ എണ്ണ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. ആ എണ്ണകൾ എടുത്ത് കൈകാര്യം ചെയ്യുന്നത് ഇനി അമേരിക്ക ആയിരിക്കുമെന്ന് പറയുന്നു. അവിടുത്തെ എല്ലാ അമേരിക്കയിലെ എണ്ണ കമ്പനികൾ വെനസ്വേലയിലേക്ക് എത്തി, അവിടുന്ന് അവിടുന്ന് എണ്ണ കൈകാര്യം ചെയ്യും. അത് കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ ലാഭം അമേരിക്കയും എടുക്കും. അതിൻ്റെ ഒരു പങ്ക് വെനസ്വേലയ്ക്കും കൊടുക്കുമെന്നുള്ള കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. ഇനി അവിടെ എന്താണ് സംഭവിക്കുന്നത്? മദുറോയുടെ ഭാവി എന്താണ്? അല്ലെങ്കിൽ വെനസ്വേലയിൽ ഇനി ആര് അധികാരത്തിൽ വരും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ ആര് അവിടെ അധികാരത്തിൽ വരും, വെനസ്വേല ഇനി ആര് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതുവരെ ഒരു അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഒരാൾ അധികാരത്തിൽ എത്തുന്നതുവരെ അവിടെ അമേരിക്ക തന്നെ ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യം കൂടി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനി ഇതിൽ കൂടുതൽ നടപടികൾ എന്താണ് എന്നുള്ള കാര്യത്തിലാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. ശ്രീജ, അഭിലാഷ്, ഈ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായി എന്ത് സംഭവിക്കുന്നു എന്നത് കൂടി ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഒരു വിഭാഗം ആളുകൾ വലിയ രീതിയിൽ സംഘടിച്ച് തെരുവുകളിൽ ഈ മദുറോയുടെ അറസ്റ്റിൽ സന്തോഷിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പലയിടത്തും കാണുന്നുണ്ട്. അതേസമയം തന്നെ ഇത്തരത്തിലുള്ള ഒരു സൈനിക നടപടി, മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ഉറങ്ങിക്കിടക്കുന്ന പ്രസിഡന്റിനെ യുദ്ധക്കപ്പലിൽ നാട് കടത്തുന്ന തരത്തിലുള്ള ഒരു നടപടിയെ അപലപിക്കുന്നതുമുണ്ട്.
അവിടെ ഒരു ആഭ്യന്തര സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ അവിടുത്തെ വൈസ് പ്രസിഡന്റിന്റെ ചുമതലയിലാണ് ഇപ്പോൾ സർക്കാരുള്ളത്. അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണോ? അതാണ് ശ്രീജ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ അവിടെ മറ്റൊരു രാജ്യത്തെ ആളുകൾ വന്ന് തട്ടിക്കൊണ്ടു പോകുമ്പോൾ പോലും അവിടെയും രണ്ട് പക്ഷമുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഏറെ അതിശയിപ്പിക്കുന്ന കാര്യം. മദൂറയെ തട്ടിക്കൊണ്ടുപോയതിൽ സന്തോഷിക്കുന്ന, അല്ലെങ്കിൽ മദൂറയുടെ ഭരണത്തെ അവിടുന്ന് ഇല്ലാതാക്കിയതിൽ ഒരു വലിയ വിഭാഗം ആളുകളെങ്കിലും അവിടെ ആഘോഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അവിടെ ആഭ്യന്തരമായി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. മദൂറയെ എതിർക്കുന്നവർ അവിടുന്ന് രാജ്യത്ത് നിന്ന് പലായനം ചെയ്തു പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പലരും അമേരിക്കയിലുള്ളവർ പോലും, അതായത് വെനസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകൾ പോലും വലിയ രീതിയിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ വെനസ്വേലയിലും ഇതുപോലെ ചില ആളുകൾ അവിടെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. രാജ്യത്ത് ഇനി സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്നുള്ള പ്രതികരണങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് അമേരിക്കയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഒരുപാട് ആളുകൾ അവിടെ പ്രതിഷേധങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിനകത്ത് തന്നെ മദൂറയുടെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള വിഭിന്ന സ്വരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ഒരു സംഭവത്തോടു കൂടി. എന്തായാലും ഇനിയിപ്പോൾ അടുത്തത് ആരാണ് അവിടെ വരിക എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഡെൽസി റോഡ്രിഗസിനോടുള്ള അമേരിക്കയുടെ സമീപനം, അത് നേരത്തെ CNN റിപ്പോർട്ട് ചെയ്തത്, ഒരു പക്ഷേ ഡെൽസി റോഡ്രിഗസ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിന്നാൽ, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വഴങ്ങുകയാണെങ്കിൽ ഡെൽസി റോഡ്രിഗസിന് തന്നെ അവിടുത്തെ ഭരണം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അവർ മദൂറോയുടെ ഏറ്റവും അടുത്ത ആളാണ്, മദൂറോയുമായി ചേർന്ന് നിൽക്കുന്ന നേതാവാണ്. അവരെങ്ങനെ ഈ പക്ഷത്ത് നിന്ന് കൂറുമാറുമെന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും മച്ചാഡോയ്ക്ക് അത്തരത്തിലൊരു അധികാരം കൊടുക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ല എന്ന് കർശനമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയെന്ന് പറയപ്പെടുന്ന എഡ്മണ്ടോ ഗോൺസാലസ്, അദ്ദേഹത്തിനും അവിടെ ഒരു അധികാരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത മങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഡെൽസി റോഡ്രിഗസ് തുടരുമോ എന്നുള്ള കാര്യത്തിൽ ചോദ്യം ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വെനസ്വേലയുടെ ജനങ്ങളുടെ അവർക്ക് എന്താണ് ആവശ്യം, അവരുടെ അഭിപ്രായം എന്താണെന്ന് കൂടി അറിയാൻ അമേരിക്ക കാത്തിരിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ശ്രീജ. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം വെനസ്വേലയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം സർക്കാർ ഏർപ്പെടുത്തി. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വെനസ്വേലയിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. വെനസ്വേലയിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. വെനസ്വേലയിലുള്ള ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം വ്യാപിക്കുകയാണ്. 8ാം ദിവസത്തിലേക്ക് കടക്കുന്ന പ്രതിഷേധത്തിന് കൂടുതൽ ജനപിന്തുണ ലഭിക്കുകയാണ്. സമരക്കാർക്കെതിരെ പ്രകോപനപരമായ നിലപാടാണ് പക്ഷേ ആയത്തുള്ള അലി ഖംനേയി സ്വീകരിക്കുന്നത്. പ്രതിഷേധക്കാരുമായി സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവരെ അടിച്ചമർത്തുകയാണ് വേണ്ടതെന്നാണ് പ്രതികരണം. അമേരിക്കയോ ഇസ്രയേലോ ആണ് പ്രതിഷേധക്കാർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും ഖംനേയി ആരോപിച്ചു. രാജ്യത്ത് പലയിടത്തും ഇന്റർനെറ്റ് കണക്ഷൻ റദ്ദാക്കിയതായും പരാതി. പള്ളിപ്പെരുന്നാളിന് കതിന നിറയ്ക്കുന്നതിനിടെ അപകടമുണ്ടായി, ഒരാൾ മരിച്ചു. കടാതി സ്വദേശി രവിയാണ് മരിച്ചത്. മൂവാറ്റുപുഴ കടാതി സെയിന്റ് പീറ്റേഴ്സ് ആൻഡ് സെയിന്റ് പോൾസ് പള്ളിയിലാണ് അപകടമുണ്ടായത്. പെരുന്നാളിനോടനുബന്ധിച്ച് പൊട്ടിക്കുന്നതിനായി പള്ളിയുടെ തന്നെ കെട്ടിടത്തിൽ കതിന നിറയ്ക്കുന്നതിനിടെയാണ് അപകടം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ബൈക്ക് പാർക്കിംഗ് ലോട്ടിൽ വൻ അഗ്നിബാധയുണ്ടായതിൽ ഗുരുതര സുരക്ഷാ വീഴ്ചയെന്ന് ആരോപണം. മതിയായ ഫയർ സുരക്ഷ ഒരുക്കാൻ കരാർ കമ്പനിക്കായില്ലെന്നും ഫയർഫോഴ്സിനെ അറിയിക്കാൻ വൈകിയെന്നും വിലയിരുത്തൽ. സംഭവത്തിൽ DRMന്റെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘത്തെ സംഭവം അന്വേഷിക്കാൻ നിയോഗിച്ചിട്ടുണ്ട്. തീപിടുത്തത്തിൽ 500ഓളം ബൈക്കുകളാണ് കത്തിനശിച്ചത്. രാവിലെ 6:30 മണിയോടെയാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപമുള്ള പാർക്കിംഗിൽ വൻ അഗ്നിബാധയുണ്ടായത്. ആഡംബര ബൈക്കുകളടക്കം 600ഓളം ബൈക്കുകൾ പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടായിരുന്നു. ഇതിൽ 500ഓളം ബൈക്കുകൾ കത്തി നശിച്ചുവെന്നാണ് കണ്ടെത്തൽ. തീപിടുത്തത്തിൽ റെയിൽവേ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി. പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്ര വാഹനത്തിൽ നിന്നും മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നതാകാം കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപകടമുണ്ടായപ്പോൾ തന്നെ ആളപായം ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതായി റെയിൽവേ വിശദീകരിക്കുന്നു. അതേസമയം പരിചയസമ്പന്നരായ ജീവനക്കാരെ ആയിരുന്നില്ല പാർക്കിംഗ് ലോട്ടിൽ നിയമിച്ചിരുന്നതെന്നും തീ അണയ്ക്കാനുള്ള മതിയായ ഉപകരണങ്ങളും പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടായിരുന്നില്ലെന്നും ഫയർഫോഴ്സ് കണ്ടെത്തി.
അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ള കൺട്രോൾ റൂം നമ്പറുകളും ഹെൽപ്പ് ലൈൻ നമ്പറുകളും പാർക്കിംഗ് ലോട്ടിൽ പ്രദർശിപ്പിച്ചിരുന്നില്ല. അതേസമയം സംഭവം DRMന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തം അതീവ ഗൗരവത്തോടെ കാണണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തൃശൂർ. സ്കൂൾ വിദ്യാർത്ഥിയെ മദ്യം നൽകിയ അധ്യാപകൻ പീഡിപ്പിച്ചെന്ന പരാതി. പാലക്കാട് മലമ്പുഴ PAMM UP സ്കൂളിലെ അധ്യാപകനായ അനിലാണ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചത്. സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രജിത്ത് കോങ്ങാട് വിവരങ്ങളുമായി. പ്രജിത്ത്, വളരെ ഗുരുതരമായ ഒരു ആരോപണം, ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഈ കഴിഞ്ഞ നവംബർ 29-ാം തീയതി അനിൽ സംസ്കൃത അധ്യാപകനാണ്. അനിൽ താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ, ആൺകുട്ടിയാണ്, ആ വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തി മദ്യം നൽകി പ്രകൃതി വിരുദ്ധ പീഡനം നടത്തുകയായിരുന്നു. കുട്ടി സ്കൂളിൽ ചെന്ന് മറ്റു സഹപാഠികളോട് ഇങ്ങനെ സംഭവം നടന്നു എന്ന് പറയുകയും മറ്റു കൂട്ടുകാർ ടീച്ചറോട് ഈ കാര്യങ്ങൾ പറയുകയും ടീച്ചർ പോലീസിലേക്ക് അറിയിക്കുകയും സ്പെഷ്യൽ ബ്രാഞ്ച് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ ഇങ്ങനെ പീഡന വിവരം നടന്നിട്ടുണ്ട് എന്ന് തെളിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയും അധ്യാപകനെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയുമാണ്. ഇപ്പോൾ ഇപ്പോൾ കസബ സ്റ്റേഷനിൽ അധ്യാപകനെ ചോദ്യം ചെയ്ത് അറസ്റ്റായിരിക്കുന്നു, ചോദ്യം ചെയ്ത് വരികയാണ്. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ആലത്തൂരിൽ വയോധികയെ വീട് കയറി ആക്രമിച്ച കേസിൽ BJP പ്രവർത്തകൻ പൊരുളിപ്പാടം സുരേഷ് പോലീസിന്റെ പിടിയിൽ. പഴനിയിൽ നിന്നാണ് ആലത്തൂർ പോലീസ് സുരേഷിനെ പിടികൂടിയത്. പാടൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്ന വയോധികയെ സുരേഷ് കഴിഞ്ഞ ദിവസം ആക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. സുരേഷിനെതിരെ പീഡനശ്രമം, വധശ്രമം തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം കേസ്. ആശുപത്രിയിൽ എത്തും മുൻപ് കാറിനുള്ളിൽ പ്രസവം. കണ്ണൂർ തലശ്ശേരി സ്വദേശി അനീറ്റ മരിയ റെജിയാണ് ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപ് തന്നെ കാറിൽ പ്രസവിച്ചത്. എറണാകുളം BPS ലേക്ക് ഷോറിലെ വിദഗ്ധ സംഘം അമ്മയ്ക്കും കുഞ്ഞിനും രക്ഷകരായി. യുവതിയും കുടുംബവും ആശുപത്രി അത്യാഹിത വിഭാഗത്തിന് മുന്നിലെത്തി കാർ നിർത്തുമ്പോഴേക്കും കുഞ്ഞ് പുറത്തുവരികയായിരുന്നു. ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ്. ഇന്ന് ഉച്ചവരെ 45,000-ഓളം പേരാണ് സന്നിധാനത്തെത്തിയത്. മകരവിളക്ക് തീർത്ഥാടന കാലത്ത് നട തുറന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ തിരക്കാണ് ഇന്നലെ അനുഭവപ്പെട്ടത്. 1,75,000 തീർത്ഥാടകരാണ് ഇന്നലെ സന്നിധാനത്തെത്തിയതെന്നാണ് പോലീസിന്റെ കണക്ക്. മകരവിളക്ക് തീർത്ഥാടനകാലം തുടങ്ങി 5 ദിവസം പിന്നിടുമ്പോൾ ശബരിമല സന്നിധാനത്തെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 5 ലക്ഷത്തോടടുക്കുകയാണ്. ഇന്നലെയാണ് ഏറ്റവും അധികം തീർത്ഥാടകർ സന്നിധാനത്തെത്തിയതായി പോലീസിന്റെ കണക്ക് രേഖപ്പെടുത്തുന്നത്. 1 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇന്നലെ സന്നിധാനത്തെത്തിയെന്നാണ് പോലീസിന്റെ കണക്ക്. കഴിഞ്ഞ 2 ദിവസവും സമാനമായ സാഹചര്യമായിരുന്നു. ഇന്നും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറിൽ 3000-നും 4,000-നും തീർത്ഥാടകർ പമ്പയിൽ സന്നിധാനത്തേക്ക് എത്തുന്നതാണ് പോലീസിന്റെ കണക്ക്. മിനിറ്റിൽ 60-നും 70-നും ഇടയ്ക്ക് തീർത്ഥാടകർ 18-ാം പടി കയറുന്നുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് മകരവിളക്കിനോടടുത്ത് ഇനി തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്തിയതിലധികം കുട്ടികളായിരുന്നു. കാരണം ക്രിസ്മസ് അവധി തീരാൻ ഇരിക്കെ കൂടുതൽ കുട്ടികൾ എത്തുമെന്നും ഒരു കണക്കൂടലുണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള തിരക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസവും അനുഭവപ്പെട്ടത്. ഇനി വരും ദിവസങ്ങളിൽ ഈ തിരക്ക് മുന്നിൽ കണ്ട് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും RIF ഉദ്യോഗസ്ഥരെയും ഒക്കെ മേഖലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തിച്ച് ഈ സംവിധാനങ്ങൾ കൂടെ കൂടി ശക്തമാക്കാനുള്ള ആലോചനയിലാണ് ദേവസ്വം ബോർഡും പോലീസും ഉള്ളത്. എന്നാണെങ്കിലും ഇതുവരെ എവിടെയും വലിയ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായിട്ടില്ല. ഈ കടുത്ത തിരക്കുണ്ടെങ്കിലും എന്നുള്ളത് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും പോലീസിനെ സംബന്ധിച്ചും ആശ്വാസം നൽകുന്ന കാര്യമാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എത്താൻ ഒരുപക്ഷെ 6-7 മണിക്കൂർ എടുക്കുമെങ്കിലും സന്നിധാനത്തെത്തിയാൽ എല്ലാവർക്കും സുഗമമായ ദർശനം നടത്താനുള്ള സാഹചര്യമുണ്ട് എന്ന് ഇവിടെ എത്തിയ തീർത്ഥാടകരും പറയുമ്പോൾ ഈ മണ്ഡലവിളക്ക് തീർത്ഥാടനകാലം സുഗമമായി തുടങ്ങിയതിൻ്റെ ഒരു ആശ്വാസം ദേവസ്വം ബോർഡിനും പോലീസിനുമുണ്ട്. സന്നിധാനത്തും CV അനുമോദ്, ന്യൂസ് 18.
സംസ്ഥാന ഭരണത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. ഡോക്ടർ വി സേതുമാധവന്റെ കൂറ്റനാട്ടെ വസതിയിൽ സന്ദർശനം നടത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷാണ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാന സർക്കാരും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നടത്തുന്ന വികസനക്ഷേമ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതിനാണ് നവകേരളം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം നടത്തുന്നത്. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലെ ഡോക്ടർ വി സേതുമാധവന്റെ വസതിയിൽ സന്ദർശനം നടത്തിയാണ് ജില്ലാതല ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. സർക്കാരിന്റെ പുരോഗതിക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയുന്നതിനായി പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി അറിയിച്ചു. എല്ലാ വീടുകളിലും ചെന്ന് ആളുകളുടെ അഭിപ്രായം എടുക്കുകയാണ്, പൗരന്മാരുടെ അഭിപ്രായം എടുക്കുകയാണ്. ചെയ്ത കാര്യങ്ങൾ ഇനി എന്തെല്ലാം ചെയ്യണം, സിറ്റിസൺ ഫീഡ്ബാക്ക്. അങ്ങനെ രാജ്യത്ത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഓരോ വീട്ടിലും ചെന്ന് അഭിപ്രായം എടുക്കുകയാണ്. ഗവൺമെന്റിന്റെ തുടർന്ന് കേരളത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും ചെയ്യേണ്ട കാര്യങ്ങൾ. വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ അഭിമാനകരമെന്ന് ഡോക്ടർ വി സേതുമാധവൻ അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസപരമായിട്ട് പ്രവർത്തനം ഒക്കെ പറയുകയാണെങ്കിൽ ഞാനൊക്കെ എൻ്റെ കാലത്ത് ഒരു 10 കൊല്ലം മുമ്പ് വരെ തന്നെ നമ്മളെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ഗവൺമെൻറ് സ്കൂളുകളാണെങ്കിൽ പല ആൾക്കാരും സ്കൂളിലേക്ക് വരാൻ തന്നെ ചേർക്കാൻ തന്നെ മടിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ സൗകര്യങ്ങളില്ല, ക്ലാസ് മുറികളുള്ള മോശമായിട്ടുള്ള സ്ഥിതി, പഠിക്കാൻ വേണ്ട അധ്യാപകരില്ല, സ്കൂളിൽ വേണ്ട പഠന സാമഗ്രികളില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു 10 കൊല്ലത്തോളായിട്ട് നമുക്ക് വളരെയധികം വ്യത്യാസം വന്നുണ്ട്. പഞ്ചായത്ത് തലത്തിൽ നിന്നും പരിശീലനം ലഭിച്ച കർമ്മസേനാംഗങ്ങളായ വിജയകുമാർ, ഷിജിൽ എന്നിവരാണ് അഭിപ്രായ ശേഖരണം നടത്തിയത്. ഇത്തരത്തിൽ ഇവർ എല്ലാ വീടുകളും സന്ദർശിച്ച് സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കും. തുടർന്ന് ഈ സർവേയിൽ അവലോകനം നടത്തി വേണ്ട പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 പാലക്കാട്. വിമാനങ്ങളിൽ പവർ ബാങ്ക് ഉപയോഗം നിരോധിച്ച് DGCA. പവർ ബാങ്കിൽ നിന്ന് തീ പടർന്നുള്ള അപകടങ്ങളെ തുടർന്നാണ് നിർണായക ഉത്തരവ്. ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ചാർജ് ചെയ്യരുതെന്നും ഉത്തരവിലുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. അഭിലാഷ്, വിമാനയാത്രികരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ DGCAയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതിൽ പവർ ബാങ്കിൽ നിന്ന് തീ പടർന്നിട്ട് വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നീക്കവുമായി DGCA എത്തിയിരിക്കുന്നത്. നേരത്തെ ഇൻഡിഗോ വിമാനത്തിൽ ഈ അടുത്തിടയ്ക്ക് അത്തരത്തിലൊരു അപകടം ഉണ്ടാവുകയും ചെയ്തു. അതിൻ്റെ ഒരു വെളിച്ചത്തിൽ കൂടിയാണ് പവർ ബാങ്ക് കൊണ്ടു നടക്കാമെങ്കിലും അത് വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കരുത് എന്നുള്ളൊരു ഗൈഡ് ലൈൻ ഇപ്പോൾ DGCA പുറത്തിറക്കിയിരിക്കുന്നത്. ചാർജ് ചെയ്യാൻ പാടില്ല, കൊണ്ടു നടക്കാം. അതുപോലെ തന്നെ മൊബൈൽ ഫോണായാലും മറ്റ് ഏതൊരു ഇലക്ട്രോണിക് ഉപകരണങ്ങളായാലും വിമാനത്തിനുള്ളിൽ വെച്ച് ചാർജ് ചെയ്യരുത് എന്നുള്ളതാണ് പ്രധാനമായുള്ള നിർദ്ദേശം. അത് ഒരുപക്ഷെ ഇതായിക്കോട്ടെ, പവർ ബാങ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വിമാനത്തിൻ്റെ സീറ്റിലുള്ള പ്ലഗ് ആയിക്കോട്ടെ, അതിൽ നിന്നായാൽ പോലും ചാർജ് വിമാനത്തിനുള്ളിൽ വെച്ച് ഒരു ഇലക്ട്രോണിക് ഡിവൈസും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ലിഥിയം അയോൺ ബാറ്ററി അടങ്ങിയിട്ടുള്ള അത് വച്ചിരിക്കുന്ന ബാഗുകൾ ഈ സീറ്റിന് മുകളിൽ ബാഗുകൾ സൂക്ഷിക്കുന്ന അറയിലേക്ക് അല്ലെങ്കിൽ ആ ഇടത്തേക്ക് വയ്ക്കരുത്, അവിടെ മുകളിൽ സൂക്ഷിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ DGCA നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സീറ്റിന് മുകളിലല്ല, നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വേണം അത്തരം ഉപകരണങ്ങൾ വയ്ക്കേണ്ടതെന്നുള്ളൊരു നിർദ്ദേശം കൂടി DGCA പറയുന്നുണ്ട്. അതായത് നമ്മൾ കയ്യിലാണ് കരുതേണ്ടത്, കയ്യിൽ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പവർ ബാങ്ക് ആയാലും ശരി, മൊബൈൽ ഫോൺ ആയാലും ശരി, അത്തരം ലിഥിയം അയോൺ ബാറ്ററി അടങ്ങിയിട്ടുള്ള ഏതൊരു ഡിവൈസും നമ്മുടെ കൈക്കടുത്ത്, നമ്മൾ ഇരിക്കുന്നിടത്ത്, നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ ഉണ്ടാകണമെന്നുള്ളതാണ് DGCAയുടെ നിർദ്ദേശം വരുന്നത്. ഇക്കാര്യം എല്ലാ വിമാനത്താവളങ്ങളിലും, ഈ പുതിയ നിർദ്ദേശങ്ങൾ എല്ലാ വിമാനത്താവളങ്ങളിലും കൃത്യമായ രീതിയിൽ സ്ഥാപിക്കണമെന്നുള്ളതാണ് DGCAയുടെ ഏറ്റവും പുതിയതായിട്ടുള്ള നിർദ്ദേശം. ഒരുപക്ഷെ ഇനി ഇൻഡിഗോ എയർലൈൻസിൽ സംഭവിച്ച ആ ഒരു സംഭവം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് DGCAയുടെ ഭാഗത്തു നിന്നുള്ള പുതിയ ഗൈഡ് ലൈനുകൾ എത്തിയിരിക്കുന്നത്. എല്ലാ വിമാനയാത്രികരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലിഥിയം അയോൺ ബാറ്ററി അടങ്ങിയിട്ടുള്ള ഡിവൈസുകൾ സീറ്റിന് മുകളിലെ ബാഗുകൾ സൂക്ഷിക്കുന്ന ഇടത്ത് വയ്ക്കരുത്. അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിക് ഡിവൈസുകളും ഫ്ലൈറ്റിനുള്ളിൽ വെച്ച് ചാർജ് ചെയ്ത്, പ്രധാനമായും പവർ ബാങ്ക് കൊണ്ടു നടക്കാം, പക്ഷേ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ശ്രീജ. അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. വിമാനയാത്രികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കാണ് DGCAയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു. ഈ നിർദ്ദേശം അനുസരിച്ച് ബാഗിൽ
പവർ ബാങ്ക് കയ്യിൽ വെക്കാം, ബാഗിൽ ക്യാരി ചെയ്യാം, പക്ഷേ വിമാനത്തിനുള്ളിൽ വെച്ച് ചാർജ് ചെയ്യാൻ പാടില്ല. മറ്റു വാർത്തകൾ നോക്കാം. തിരുവനന്തപുരം വർക്കല താലൂക്ക് ആശുപത്രിയിൽ സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ പരാതിയുമായി കൗൺസിലർമാർ. വർക്കല താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തും വിധം ഡ്രൈവർമാർ ഇടപെടുന്നുവെന്നാണ് ആക്ഷേപം. അപകടത്തിൽപ്പെട്ടെത്തുന്ന രോഗികളെ ഡോക്ടർമാരും ജീവനക്കാരും പരിശോധിക്കുമ്പോൾ സഹായത്തിനെന്ന പേരിൽ എത്തുന്ന ഡ്രൈവർമാർ ചികിത്സാ നടപടികൾ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് ആരോപണം. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കാനായി ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ പകലും രാത്രിയും ഡ്രൈവർമാർ കൈയേറുന്നതായും പരാതിയുണ്ട്. കിലോമീറ്ററുകൾ സൗജന്യമായി ഓടുന്ന 108 ആംബുലൻസ് ആശുപത്രിയിൽ സജ്ജമായിരിക്കുമ്പോഴാണ് രോഗികളെ സ്വകാര്യ ആംബുലൻസിലേക്ക് മാറ്റാൻ ഡ്രൈവർമാർ മത്സരിക്കുന്നത്. ഇതിന് ചില ആശുപത്രി ജീവനക്കാരുടെ ഒത്താശയുണ്ടെന്നും ആക്ഷേപമുണ്ട്. ഞാനിപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ കയറിയ ഒരു കൗൺസിലറാണ്. കയറിയതിന് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എങ്കിലും കുറച്ച് പരാതികൾ എനിക്ക് വന്നിട്ടുണ്ട്. അതായത് പുറത്തുള്ള പ്രൈവറ്റ് ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ ഹോസ്പിറ്റലിനകത്ത് കയറുകയും രാത്രിയോ പകലോ ഒന്നും വേർതിരിവില്ലാതെ കയറി വന്ന് മറ്റുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ തന്നെ ഇരിപ്പിടം തട്ടിയെടുത്ത് എന്നോണം അവരവിടെ ഇരുന്നിട്ട് പിന്നെ അവരുടെ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇത് എനിക്ക് 1-2 പരാതികൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ ആയിട്ട് നിരവധി പ്രാവശ്യം മുഖ്യമന്ത്രിക്കും ആരോഗ്യ മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട് നേരത്തെ ഇരുന്ന കൗൺസിലർമാർ. അതിനൊന്നും ഇതുവരെയും ഒരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല. പക്ഷേ ഇനി അതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരൂ. കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനായിട്ട് ഇറങ്ങും. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകർ രംഗത്തെത്തി. മുൻ വാർഡ് കൗൺസിലർ അനിൽകുമാർ നിരവധി തവണ പരാതികൾ നൽകിയിട്ടും അധികൃതർ ഇടപെട്ടില്ലെന്നാണ് പരാതി. 24 മണിക്കൂറും ഇവർ ഇതിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരവസ്ഥ, മാറി മാറി ആംബുലൻസ് ഡ്രൈവർമാർ ഓട്ടം പിടിക്കുന്നത് ക്യാൻവാസ് ചെയ്യുന്നതിന്, അത് ചില ഉദ്യോഗസ്ഥരുടെ ആശുപത്രിയിലെ ഉദ്യോഗസ്ഥരുടെയും കൂടി ഒത്താശ ഇതിനകത്തുണ്ട് എന്നുള്ളതിന് സംശയമില്ല. അപ്പം ഇത് വരുന്ന രോഗികൾക്കും പല ജീവനക്കാർക്കും അതുപോലെ തന്നെ രോഗിയുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർമാർക്ക് ഇവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ആശുപത്രിയുടെ നല്ല നടപ്പിനും ഇത് നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പരാതികൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്കും മന്ത്രിക്ക് കൊടുത്തിട്ട് പോലും ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം ഈ ആംബുലൻസ് ഡ്രൈവർമാരും ഈ വരുന്ന പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡർമാരുമായിട്ടൊക്കെ വാക്ക് തർക്കങ്ങളും കയ്യാങ്കളിയിൽ വരെ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ പോലീസ് കേസ് ആയിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ പോലും ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും ആശുപത്രിയിലെ സമാധാനാന്തരീക്ഷം തിരികെ കൊണ്ടുവരണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നടപടി വൈകിയാൽ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പൊതുപ്രവർത്തകരുടെ തീരുമാനം. ന്യൂസ് 18 വർക്കല. കാസർഗോഡ് ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് അരികിൽ മാലിന്യം തള്ളുന്നത് തടയാൻ മുന്നിട്ടിറങ്ങി പ്രദേശവാസികൾ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി പോലീസിൽ പരാതി നൽകി. ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഗവൺമെന്റ് ITIക്ക് സമീപത്തായാണ് മാലിന്യങ്ങൾ സ്ഥിരമായി തള്ളുന്നത്. ഭക്ഷണ സാധനങ്ങളും മാംസാവശിഷ്ടങ്ങളും ഉൾപ്പെടെയുള്ള മാലിന്യം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി ചിലർ സ്ഥിരമായി നിക്ഷേപിക്കുന്നത് ഇവിടെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികളൊന്നടങ്കം പരിശോധനയ്ക്കെത്തി. ഭക്ഷണാവശിഷ്ടത്തിൽ നിന്നും ലഭിച്ച KSEB ബില്ല് പരിശോധിച്ചാണ് മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയത്. ചെറുവത്തൂർ കാടങ്കോട്ടെ സ്വകാര്യ ക്വാർട്ടേഴ്സിൽ നിന്നുള്ളതാണ് മാലിന്യങ്ങളെന്ന് ഉറപ്പിച്ച ശേഷം ഇവർ ചന്തേര പോലീസിൽ പരാതി നൽകി. ജില്ലാ എൻഫോഴ്സ്മെന്റിനും കളക്ടർക്കും ഉൾപ്പെടെ പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ചെറുവത്തൂർ. കാസർഗോഡ് വീടിന് സമീപം മരത്തിനു മുകളിൽ രാജവെമ്പാലയെ കണ്ടെത്തി. വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ വനപാലകർ പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി. ബളാൽ മരുതന്തുളത്തെ കോരന്റെ വീടിന് സമീപം മരത്തിൽ കയറിയ രാജവെമ്പാലയാണ് പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾക്കാട്ടിൽ ഉപേക്ഷിച്ചതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു.